പണി 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 എന്നാർക്കു കൊടുക്കും പണി 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 എന്നാർക്കു കൊടുക്കും. വെൽക്കം ടു ഓ മൈ ഗോഡ്. ലാൽചേട്ടാ വെൽക്കം ടു ഓ മൈ ഗോഡ്. എനിക്കില്ലേ വെൽക്കം. വെൽക്കം. നീ നമ്മുടെ മുത്തല്ലേ അല്ലേ? വെൽക്കം ടു ഓ മൈ ഗോഡ്. നല്ലൊരു സമയത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഏകദേശം ഒരു ഈവനിങ് ആയി. ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ് ഒരു പണി കൊടുത്തിട്ട് കിടന്നുറങ്ങാമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ലാൽച്ച നമുക്ക് എന്താ പണി കൊടുക്കുക? പൂജിത എന്നൊരു ആക്ട്രസ് ആട്ടെ, കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അവൾ തകർത്ത് അഭിനയിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പൂജ കൊച്ചിന് റെസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പൂജിതന്റെ തീം അനുസരിച്ച് അക്കോർഡിംഗ് ടു പ്രൊഡ്യൂസർ തീം പറഞ്ഞത് ഒരു BCom CA പഠിച്ച് ഫ്രഷർ വെൽ എഡ്യൂക്കേറ്റഡ് ഒരു പയ്യനാണ്. കുറേ ജോബിന് നോക്കിയിട്ടൊന്നും ജോബ് കിട്ടിയില്ല. അപ്പോൾ ഇനി സെലിബ്രിറ്റീസിനോട് അവരുടെ ടാക്സ് ഒക്കെ വെട്ടിക്കാൻ പറ്റിയ ഒരു ജോലി അവരൊക്കെ നോക്കും. നമ്മുടെ അന്വേഷണത്തിന് വന്നിരുന്നു. അപ്പോൾ വരുന്ന യുവ കോമളനായ ആ മിഥുനം കേരളത്തിന്റെ പഠിച്ച് നല്ല ഒരു BCom CA ഒക്കെ പഠിച്ച് ചാർട്ടേഡ് അക്കൗണ്ട് ജോലിക്ക് ശ്രമിക്കുന്ന നവീൻ. സോ ലെറ്റ്സ് വെൽക്കം നവീൻ. പൂജിത, അപ്പൊ അങ്ങനെ ഇന്ന് എനിക്കൊരു മാനേജറിനെ കിട്ടും. നവീൻ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഞാൻ ഇംപ്രസ്ഡ് ആണെങ്കിൽ ഷുവർ ഹീസ് ഗോയിങ് ടു ബി മൈ മാനേജർ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചുമ്മാ സൈഡിൽ നിൽക്കാൻ. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ബാഗ് ഇങ്ങെടുത്ത് വേറെ വിലപിടിപ്പുള്ളൊന്നുമില്ലല്ലോ എന്നത്? ഒന്നുമില്ല. ഓക്കെ. ഷർട്ടിൻ്റെ ബട്ടൺസ് നടക്കും. അല്ല, ഇത് മേക്കപ്പ് ഇവിടെ വന്നില്ലേ? അപ്പോൾ ജസ്റ്റ് മാഡത്തിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും അല്ല മേക്കപ്പ് ചെയ്യണം. ഇത് അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. അങ്ങനെയാണ്. എന്ത് അല്ല ഇത് നിങ്ങൾ അതെ നല്ല അവിടെ നിന്ന് പറഞ്ഞതാ ഇങ്ങനെ ചെയ്യണം. ഓ, അക്കൗണ്ട്സിലേക്കാണ്. അല്ല, അതെനിക്കറിയില്ല അക്കൗണ്ട്സിലേക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷേ അത് മാഡത്തിൻ്റെ നിന്ന് ഇൻ്റർവ്യൂ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അത് അതിന് മാഡത്തിൻ്റെ കൂടെ ഇരിക്കുന്നില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാ. അല്ലാതെ നിങ്ങൾ അങ്ങനെ ഇതെന്താ ചെയ്യണേ? അല്ല, മേക്കപ്പ് ചെയ്യണം പുള്ളിയെ. അത് എനിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അല്ല, ഇവിടെ മേക്കപ്പ് ചെയ്യണമല്ലോ. ഞാനല്ല ആർട്ടിസ്റ്റ്. അതെ അതെ. ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പോൾ മേക്കപ്പ് അല്ല, ആളെ കാണാൻ വന്ന മീറ്റ് ചെയ്യാൻ വേറെ നമ്മുടെ മാഡം ഞാൻ അതിനെ ക്ലിയർ ആയിക്കോളാം. ഇല്ല അതിനെ ഞാനത് ഇട്ടുപോയില്ലേ? ഇട്ടുപോയി ഞാൻ കുറച്ച് മാറ്റിക്കോളാം. സോറി, ഞാനാണ് ആർട്ടിസ്റ്റ്. ഇത് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്ന ഞാൻ ഇട്ട് പോയില്ലേ? ഞാൻ ഈ മാതിരി കോപ്പറേറ്റ് ചെയ്യല്ലേട്ടാ. പറ്റിയിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. നന്നായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട്. എന്താ പേര്? നവി. ഞാൻ പറഞ്ഞോ നവീനെ മേക്കപ്പ് ചെയ്യാനായിട്ട്? എന്റെ അടുത്ത് പറഞ്ഞു പുതിയ. ഞാൻ പറഞ്ഞോ? ഇല്ല മാഡം പറഞ്ഞില്ല. പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ ജോലി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ ജോലി ചെയ്താൽ മതി. സോറി, ഞാൻ ചോദിച്ചു മറ്റേ ആർട്ടിസ്റ്റ് വന്നു വിചാരിക്കണ്ട. ഇത് ആരുടെ ബാഗാണ്? അത് അദ്ദേഹത്തിന്റെ ബാഗാണ്. വേറെ വിലപിടിപ്പുള്ളൊന്നുമില്ല. ഞാനോട് വെറുതെ വെച്ചെന്നുള്ളേ ഉള്ളൂ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം. നവി, ഓക്കെ. എവിടുന്നാ വരണേ? അത് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? You can come close, I can't hear you. 15 കിലോമീറ്റർ ഉണ്ട്. നവി കൊണ്ടുവന്ന ബലൂൺസ് ആണോ? അല്ല. എന്താ ചെയ്യണേ ഇപ്പോൾ? ഓക്കെ. അപ്പോൾ അറിയാം. കേൾക്കണില്ല. ഉറക്കെ പറയണം മാഡത്തിന് കേൾക്കാൻ. ഇന്റർഫിയർ ചെയ്താൽ മതി. വേണ്ട, പറയണ്ട, എനിക്കിഷ്ടമല്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും എന്താ പ്രതീക്ഷിക്കണേ? എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞത്. എന്തിനായിരുന്നു? അല്ല, ഞാനേ എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പേഴ്സണൽ അസിസ്റ്റൻ്റ് എല്ലാം നോക്കാൻ വേണ്ടി, ലൈക്ക് മാനേജിങ് മൈ അക്കൗണ്ട്സ്, എൻ്റെ കൂടെ ഫുൾ ടൈം നിൽക്കാനും, എൻ്റെ ട്രാവൽ സ്കെഡ്യൂൾ എല്ലാം മാനേജ്. ശരിയാവില്ല മാഡം. ഞാൻ
ഞാൻ ആദ്യം നിങ്ങളിങ്ങനെ ഇന്റർഫിയർ ചെയ്തോണ്ടിരുന്ന എനിക്ക് നവീൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്പെക്ട് ചെയ്യണേ? ഇനി സാലറി സാലറി മാത്രമേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഉദ്ദേശിച്ചല്ല. യു മണി മൈൻഡഡ് ഒരിക്കലും അല്ല. അല്ലല്ലോ അല്ലേ? ഓക്കെ. ആ, അല്ല ഒരു വർക്ക് പുതിയൊരു വർക്ക്. അപ്പോൾ ഇന്നെ പുതിയ വർക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചാടിക്കൊണ്ടിരിക്കുമോ? ഇല്ല അങ്ങനെ ഒരിക്കലും ഇല്ല. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കൂ, അങ്ങനെയാണെങ്കിൽ എന്താണ് വർക്ക് ടൈമിംഗ് ഉണ്ടാവാൻ പോണെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? പിന്നെ എന്ത് കണ്ടിട്ടാണ് വന്നത്? നമ്മൾ മാഡത്തിൻ്റെ റെഫറൻസ് അറിഞ്ഞു വന്നാണോ? അറിഞ്ഞു വന്നതല്ല. ആരാ റെഫറൻസ് തന്നെ? റോബ്സൺ ആണ്. ഓക്കെ ഓക്കെ. റോബ്സൺ എന്താ പറഞ്ഞേ? ഇവിടെ ഇങ്ങനെ അക്കൗണ്ട്സിലൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് പക്ഷെ അക്കൗണ്ട്സ് മാത്രമല്ല, ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. മീൻസ് എനിക്ക് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരാളാണ് വേണ്ടത്. അല്ല അതിപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ മാഡം. ഇത് കാരണം തന്നെ വേറൊരാളെ നോക്കാൻ ഞാൻ പ്ലാൻ ചെയ്തത്. ഇത് കാരണം മാത്രമാണ് ഞാൻ വേറൊരാളെ ഒരു അപ്പോയിന്റ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യണത്. എത്ര മാസമായിട്ട് വർക്ക് ചെയ്തു? ഇപ്പം 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇവിടെ നിന്നും പോകണം പറയോ? ഇല്ല ഒരിക്കലും പറയില്ല. അവരോടും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയില്ല, ഇതിപ്പോൾ അവിടെ ഡയറക്റ്റ് ഇതുവഴി കയറി അങ്ങനെ ഒരിക്കലും ഇല്ല. ഓക്കെ, ഞാൻ ബേസിക്കലി നോക്കുന്നത് അക്കൗണ്ട്സ് എൻ്റെ ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വർക്ക് പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും വിചാരിച്ചതുപോലെ പേയ്മെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മിക്കപ്പോഴും നമ്മളെപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ പിന്നെ അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. യു ഹാവ് ടു ഗെറ്റ് മീ ദ പേയ്മെൻറ്റ് ഓൺ ടൈം. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആഫ്റ്റർ യുവർ പ്രൊബേഷൻ പീരീഡ്, അതായത് നമ്മളുടെ ഈ ഒരു എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്ന വരെ മേ ബി 2 months ഓർ മാക്സിമം 3 months, അതാണല്ലോ സാധാരണ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു 3 monthsൽ യുവർ കേപ്പബിലിറ്റി എനിക്ക് മനസ്സിലാക്കേണ്ടി വരും. ലൈക്ക് ഹൗ എഫിഷ്യൻ്റ്ലി യു ഡു തിങ്സ്. പിന്നെ എൻ്റെ ഇപ്പോൾ ലൈക്ക് നമ്മൾ മൂവീസ് ഡൗൺ ആകുമ്പോൾ തുടങ്ങിക്കോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഇൻ്റർഫിയറൻസ് ഇഷ്ടമല്ല. ഓക്കെ, എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ ആവശ്യമില്ലാണ്ട് ഓവറാക്കിയിട്ട് പറയാത്ത കാര്യങ്ങൾ തീരുമാനം എടുത്ത് ചെയ്യണത് എനിക്കിഷ്ടമല്ല. ഓക്കെ മാഡം, ഞാൻ നേരത്തെ മേക്കപ്പ് ഇട്ടാണ് ഉദ്ദേശിച്ചത് മാഡം. അതും എനിക്ക് ഇഷ്ടമായില്ല. അല്ല ഞാൻ അത് ആർട്ടിസ്റ്റ് വേറെ ആൾ വന്നു എന്നുള്ള ഷൂട്ടിൻ്റെ ആർട്ടിസ്റ്റ് വന്നു എന്നുള്ള നിലയിലാണ് ഞാൻ ചെയ്തത്. അല്ലാതെ മാഡം ഞാനത് ഉദ്ദേശിച്ചില്ല. മാഡത്തിൻ്റെ ആ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്തത്. ദേഷ്യം പിടിപ്പിക്കരുത്. ഓക്കെ, അപ്പോൾ ടൈമിങ് പക്ഷേ ടൈമിങ് എൻ്റെ 10 to 7 ആയിരിക്കില്ല. സംടൈംസ് ട്രാവൽ ചെയ്യേണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് ചില സമയത്ത് ജോലിയും കാണത്തില്ലല്ലോ. അതെ, ചില ദിവസങ്ങളിൽ ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ അല്ല മാഡം, അല്ല എനിക്ക് ടൈമൊന്നും വലിയ വിഷയമില്ല. ഞാൻ പ്രധാനമായിട്ട് അവിടെ ഇപ്പോൾ സ്യൂട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഇതാക്കിയെന്നുള്ള അപ്പൊ സൂട്ട് അല്ലാന്ന് തോന്നാൻ കാരണം എന്താ? ഇല്ല അങ്ങനെയല്ല. അവിടെ ഞാൻ പറഞ്ഞത് അറിയാം, ഈ ഫുൾ നെയിമിനെ അലമ്പാക്കും. ഇവർക്ക് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നീ പുള്ളി കട്ടായിട്ട് പറഞ്ഞ് വിടണം. വെറുതെ കച്ചറാക്കണം. അവനോട് പറ ഇവനെ അപ്പോയിൻമെന്റ് ആയാലോ കൺഫേം ആയെന്ന് പറയണ്ട. ഫിക്സ് ആണെങ്കിൽ സപ്പോസ് ഫിക്സ് ആണെങ്കിൽ യുവർ ഫസ്റ്റ് ടാസ്ക് ഇസ് ടു ഗോ ടെൽ ഹിം. ഇപ്പോൾ ചേട്ടൻ്റെ ജോലി കഴിഞ്ഞു. ദാറ്റ് ഇസ് ജസ്റ്റ് ടു നോ എങ്ങനെയാണ് ഹാൻഡിൽ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്ന അറിയാൻ വേണ്ടി മാത്രം. ബിക്കോസ് നമ്മുടെ മൂവീസിലൊക്കെ ഇതേപോലെ കുറേ സിറ്റുവേഷൻസ് വരും വേർ നമുക്കത് അവോയ്ഡ് ചെയ്യണം. ചിലപ്പോൾ നന്നായിട്ട് പറയാൻ പറ്റും, ചിലപ്പോൾ റൂഡാവേണ്ടി വരും. മനസ്സിലായോ? പ്രോഗ്രാംസിൻ്റെ ഒക്കെ ദേ വിൽ പേ, എപ്പോഴും പേ ചെയ്യാറുണ്ട്. പക്ഷേ സ്റ്റേജ് ഷോസിൻ്റെയും എല്ലാത്തിൻ്റെയും ദേ വിൽ സീനിയർ റെഡിയാണ് പറഞ്ഞല്ലോ. സീനിയർ റെഡിയാണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ തിങ്. വണ്ടി ഓടിക്കാൻ അറിയോ? ഏതൊക്കെയാ കാർ ഓടിക്കാൻ അറിയോ? കാർ ഓടിക്കാൻ അറിയോ? അപ്പോൾ കാർ ഓടിക്കാൻ ഒരാളെ നോക്കേണ്ടി വരും. കാറൊക്കെ ഞാൻ ഓടിക്കുന്നുണ്ടല്ലോ മേഡം. പിന്നെ ഇപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം എൻ്റെ അടുത്ത് മൂത്തോക്കി പറഞ്ഞാലേ എനിക്കത് മനസ്സിലാവും. കുറച്ചുകൂടെ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും, അതാണ് ഫസ്റ്റ് ഇഷ്ടമില്ലാത്ത കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ.
അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ പറയണോ അത് ക്ലിയർ ആയിട്ട് പറയുക. ആവശ്യമില്ലാണ്ട് കാര്യങ്ങൾ ഇൻ്റർഫിയർ ചെയ്യാണ്ടിരിക്കുക. നമ്പർ പ്രൈവസി, നമ്മൾ ലൈക്ക് ഒക്കെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ കയ്യിൽ ഇവരുടെ നമ്പർ ഉണ്ട് അവരുടെ നമ്പർ ഉണ്ട് അതൊക്കെ കാണിക്കാണ്ട് അത് ഭയങ്കര ഒരു പ്രായമുള്ളൊരു കിളവന്റെ ചെയ്തായിരുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ്. ജസ്റ്റ് ഗോ ഡു ദാറ്റ് പേഴ്സൺസ് മേക്കപ്പ്. പുള്ളിയാ ചാരി നിൽക്കുന്ന ആളോ? പുള്ളിയുടെ ചേട്ടനെ ചെയ്യണം. കാരണം 2 ആർട്ടിസ്റ്റ്, പുള്ളിയുണ്ട്, പുള്ളിയുടെ മോള്, 2 പേരുടെ അടുത്ത ഷോട്ട് എടുക്കണ്ടല്ലോ. അവരുണ്ട്. പിന്നെ വൺ മോർ തിങ്, എനിക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. അതെനിക്കുണ്ടല്ലോ മാഡം, ഞാൻ ഓവർ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, കോൺഫിഡൻസ് എനിക്ക് വേണം. ആൻഡ് യു ഷുഡ് ബി വെരി സ്ട്രോങ്. ഓക്കെ, സപ്പോസ് യു തിങ്ക് ഐ ടുക്ക് യു ഫോർ ദ ജോബ്, എത്ര സാലറി എക്സ്പെക്ട് ചെയ്യുന്നത്? അങ്ങോട്ട് മാറിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കും. മാറിയുന്നത് ഇതൊരു ലോ ക്ലാസ് ആൾക്കാർ സംസാരിക്കുന്നത്. മാറിയുന്നത് ശരിയാത്തില്ല. ആളെ എന്തിനാണ് നിനക്ക് പറഞ്ഞു നിർത്താൻ അറിയത്തില്ലേ? നന്നായിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ പിടിച്ചു നിർത്തുമായിരുന്നല്ലോ. ഇപ്പൊ അന്ന് വെള്ളം അടിച്ച് അലമ്പ് കാണിച്ച് 2 ദിവസം കുളമാക്കിയിട്ട് പിന്നെ ഇന്ന് വന്ന് ന്യായാധിപന്റെ സ്വഭാവം കാണിക്കാൻ നോക്കിയാ എന്തോ. ഞാൻ മദ്യപിച്ചു എന്നുള്ളത് സത്യമാണ്. അതിന്റെ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണലി ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞു, എന്റെ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയി അല്പം കഴിച്ചത്. അങ്ങനെ അതിന് ആർട്ടിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കില്ല ഞാൻ. അപ്പൊ എന്ത് സാലറി എക്സ്പെക്ട് ചെയ്യണത്? 15,000. That's fine. 15,000 for the probation period. 3 months I'll give you 15,000 plus. എൻ്റെ മൂവിൻ്റെ പേയ്മെൻറ്റ്സ്, എൻ്റെ പ്രോഗ്രാമിൻ്റെ പേയ്മെൻറ്റ് ഒക്കെ കറക്റ്റായിട്ട് ഇഫ് യു ടേക്ക് ആൻഡ് ഗിവ് മീ, എല്ലാ പേയ്മെൻറ്റിൻ്റെയും ഐ വിൽ ഗിവ് യു 5%. ഓക്കെ, എക്സെപ്റ്റ് സാലറി അഡീഷണൽ. സപ്പോസ് യു തിങ്ക് ഐ ടുക്ക് യു, ടെൽ ഹിം ദാറ്റ് യു ആർ ഔട്ട് ഓഫ് ദ ജോബ്. ഇനി നവിയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ഒരാളെ സപ്പോസ് ഇതാക്കണമെങ്കിൽ യു കൻ ട്രൈ വിത്ത് ഹിം. Think I took you now. പറഞ്ഞ് make him understand he's done. പുള്ളിക്കാരൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ however ദേഷ്യമാവാം, കൈൻഡ് ആയിരിക്കും. എങ്ങനെയാണ് നവി ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്? ഞാൻ കോതിത്തരാം. ജസ്റ്റ് ടച്ചപ്പ് തലയൊന്ന് സ്ലൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ ഞാൻ വേണേ കോതിത്തരാം. ബാബു ചേട്ടനാണ് എന്റെ മെയിൻ മേക്കപ്പ്. ഇങ്ങനെ ടച്ചപ്പിനും കൊട പിടിക്കാനൊക്കെ ബാബു ചേട്ടൻ. ഓക്കെ, സോ നൗ യു ക്യാൻ കീപ് യുവർ ബാഗ് സംവെയർ. കോൾ ഹിം, ടെൽ ഹിം. വിറകൊക്കെ നമ്മൾ കോതുന്നുണ്ട്. പ്ലീസ് വേണ്ടേട്ടാ, ഞാൻ ഇതൊന്ന് അല്ല. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തോ? അല്ലേ മാഡം, ഫിക്സ് ചെയ്തോ? നിങ്ങളുടെ സർവീസ് ഇന്നിപ്പോൾ എന്താ ഡേ? ട്യൂസ്ഡേ, വെഡ്നസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, 3 more days മതി. സാറ്റർഡേ ഹി വിൽ കം വിത്ത് യു. 2 ദിവസങ്ങളിൽ കാര്യങ്ങൾ പറയാൻ. മൺഡേ യു ആർ ജോയിനിങ് മീ. അതെന്തോ ഏർപ്പാട് മാഡം, അതെന്തോ ഏർപ്പാട്. അല്ല, ഞാൻ ഇത്രയും ദിവസം ഞാൻ അപ്പൊ എന്റെ ബാക്കി എനിക്ക് തരാനുള്ള കാശൊക്കെ അല്ല, അത് എനിക്ക് പറ്റൂല. അത് പറ്റില്ല. അങ്ങനെ എന്റെ പോസ്റ്റിങ്ങിലേക്ക് അങ്ങനെ ഒരാൾ കയറി വരികയാണെന്നുണ്ടെങ്കിൽ അതെനിക്കത് ബുദ്ധിമുട്ടാവും. അതിന് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അത് എന്റെ കേസ് സെറ്റിൽ ചെയ്തിട്ട് മാഡം ഇനി അത് നിങ്ങളുടെ ഇതുവരെ സെറ്റിൽ ചെയ്യേണ്ടിരുന്നിട്ടില്ല. നിങ്ങൾ പേയ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഡത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങളുടെ സർവീസ് എനിക്ക് വേണ്ട. അല്ല, എന്ത് കാരണം കൊണ്ടാണെന്ന് ബോധ്യപ്പെടുത്തണം. യു ക്യാൻ ടെൽ. ഇത്രയും നേരം പറഞ്ഞിട്ട് now you can tell. അല്ല, അയാളോട് ഞാൻ ഇപ്പൊ പുള്ളിക്കാരൻ എന്റെ സ്റ്റാഫ് ആയിട്ട് ഇനി മൺഡേ. അയാൾ പുള്ളിക്കാരൻ സ്റ്റാഫ് ആയിട്ടില്ലല്ലോ മാഡം. 1 year ജോയിൻ 1 year 100% ആയിട്ട് മിനിമം എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കോൺട്രാക്ട് വേണം. പ്ലസ് യു ഒരുപാട് കോൺട്രാക്ട് however handle it because ഇതേപോലത്തെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട് ഹാൻഡിൽ. അപ്പൊ നമ്മളെ അകാരണമായിട്ട് പിരിച്ചു വിടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കാരണം ബോധിപ്പിക്കേണ്ടത് ബോധിപ്പിച്ചേ പറ്റൂ. ഞാൻ ഒരു വട്ടം കൂടെ കാരണങ്ങൾ പറയാൻ വേണ്ടി സ്മാർട്ട് ആവണം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഓവർ സ്മാർട്ട് ആവണം. സാർ, ഇത് ഞാനും എൻ്റെ മേഡവും തമ്മിലുള്ള വിഷയമാണ്. അപ്പോൾ അതിനോട് സാറ് ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇതിൻ്റെ ഇടയിൽ കയറി ചൊറിഞ്ഞു. പക്ഷെ അതെനിക്ക് ഇത് എന്നെ സംബന്ധിക്കുന്ന വിഷയമാകുമ്പോഴത്തേക്ക് ഞാനും മേഡവും തമ്മിലാണ് സംസാരിക്കുന്നത്. സാറ് സംസാരിക്കേണ്ട കാര്യമില്ല. 4 years അവസരത്തിന്റെ കാര്യം എന്റെ അവസരത്തിന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിനക്ക് ഇനിയിപ്പോ ഇന്നത്തെ അവസരം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ ആയോ? അപ്പൊ ആരും എല്ലാം ഇഷ്ടമാണ്. ഞാൻ നിന്നെ പോലെ വളർന്നു വന്നവൻ തന്നെയാണ് ഞാൻ ഇതേപോലെ കഷ്ടപ്പെട്ട് പല ആളുകളുടെയും പല ആർട്ടിസ്റ്റുകളുടെയും കാല് നക്കിയൊക്കെ തന്നെയാണ് ഞാനും വളർന്ന് ഇതുവരെയൊക്കെ എത്തിയത്.
ഇതേപോലെ ഞാനിതിനകത്ത് Handle it. I'm giving you the situation. You're going to be അതല്ല അവൻ ഇതിനകത്ത് നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാതെ ഇവനെന്നല്ല Stop it for 1 minute. ആരാണെങ്കിലും ഇതിനകത്തേക്ക് കയറി വരികയാണെന്ന് അത് വിഷയമാവും. അവസരം കൊടുക്കാൻ ഞാൻ അവസരം കൊടുക്കാൻ എന്റെ ജീവിതം വെച്ചിട്ടാണ് ഞാൻ അവന് അവസരം You'll have കൊടുക്കുന്നത്. to call FEFCA. എനിക്കത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല അത്. നിങ്ങൾ ആർട്ടിസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വേറെ എവിടെ ജോലി കിട്ടൂലേ? അല്ല അതല്ല എന്റെ കയ്യിൽ പാട്ട് ഇട്ടാലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അറിയാൻ പാടില്ല. അവൻ ഇങ്ങോട്ട് വിളിച്ച് വന്നോന്നല്ല, വിളിച്ചിട്ട് വന്നതാണ്. അല്ല അവൻ വെറുതെ കയറി വന്നോന്നല്ല. ഞാൻ ചോദിക്കട്ടെ, സാറിന്റെ കൂടെ സാറ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു പയ്യൻ, അവന്റെ ജോലിയാണ് നോക്കുന്നത്. അല്ല അവൻ വേറെ സിനിമയിൽ അഭിനയിക്കാൻ എന്തെല്ലാം പണിയുണ്ട്, അവന് സിനിമയിൽ എന്തെല്ലാം പണി അവൻ തിരക്കാൻ പറ്റും. അവന് എത്ര വയസ്സായി? ചിരിച്ചോണ്ടിരിക്കണേ? അല്ല അതല്ല നിനക്ക് എത്ര വയസ്സായി? അല്ല നിനക്ക് എത്ര വയസ്സായി അത് പറ. കേട്ടോ ലൈറ്റ് പോകുന്നുണ്ടോ? 21 വയസ്സായ നിനക്ക് എന്തെല്ലാം വേറെ എന്തെല്ലാം പണികളുണ്ട്? അല്ല നിനക്ക് വേറെ ഓക്കെ, ഞാൻ നവീനെ എൻ്റെ സ്റ്റാഫായിട്ട് ബിക്കോസ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ നവി എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് അറിഞ്ഞാൽ മാത്രം ഐ ക്യാൻ ടേക്ക് യു. റെസ്യൂംസ് ഒന്നും ഇല്ല. റെസ്യൂം ഒന്നും റെസ്യൂം ഹിൽ ബ്രിങ് ഇറ്റ് ഉണ്ടോ? ഇപ്പോൾ കയ്യിലുണ്ടോ? ഷോ മീ. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഹാവ് ടു മറ്റേ പറഞ്ഞത് അഡ്രസ് പ്രൂഫ്. പഠിപ്പ് കഴിഞ്ഞോ? ഇനി പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ നവി ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് ഷട്ടിങ് ഹിം അപ്പ് ഹി ഷുഡ് ഗോ ബാക്ക്. എന്നാൽ മാത്രമേ ഐ ക്യാൻ ടേക്ക് യു. ബയോഡേറ്റ വാങ്ങിച്ചാ? അല്ലല്ലോ. പിന്നെന്താ, അല്ല എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടേ. നമുക്ക് ബയോഡേറ്റ കണ്ടാൽ മനസ്സിലാക്കാവുന്ന ഒരു എഡ്യൂക്കേഷനൊക്കെ നമുക്ക് ഉണ്ട്. എഴുപന്നെയാണോ സ്ഥലം? ബൈചേട്ടന്റെ സ്ഥലമാണല്ലോ. അനിയാ, നീ ഇവിടെ ബയോഡേറ്റും കൊടുത്തൊന്നും ഇവിടുന്ന് പോകൂല. നീ അത് ആദ്യം മനസ്സിലാക്കി. നീ ഇവിടുന്ന് പോകൂല. നീ എന്റെ കഞ്ഞി പാറ്റിയിട്ട് അനിയാ നീ ഇവിടുന്ന് പോകൂല. നിനക്ക് ഇന്ന് ഇവിടെ ജോലി നിനക്ക് ജോലി തരുമെന്നുണ്ടെങ്കിൽ ഇന്ന് മൊത്തം സീനാവൂ. ഞാനിത് പറഞ്ഞോ വന്നപ്പോ തന്നെ ജോൺ ബിട്ടാസിന്റെ അത് ക്ലാസ് ആയിട്ടാ. ജോൺ ബിട്ടാസിന്റെ ദർബന്റെ സ്വഭാവം. സംസാരിച്ചു ഒരാളെ കൊണ്ടുവന്ന് ഞാൻ തമാശയായിരിക്കുന്നത്. വരില്ലേ ഇനി? ഉറപ്പാണോ? വന്നാ അവനെ പിടിച്ചോണ്ടതാണ്. ഇതൊക്കെ എന്ത് കണ്ടോ? മേക്കപ്പ് മാനാണ് പുള്ളിക്കാരൻ്റെ എല്ലാം ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ ഐ ഡോണ്ട് വാണ്ട് ബിക്കോസ് മേക്കപ്പ് എനിക്ക് പുള്ളിക്കാരൻ അസിസ്റ്റന്റ് മേക്കപ്പ് മാനാണ്, വലിയതല്ല. ഇതേപോലെ ടച്ചപ്പ്, ഷോർട്ടിന് നടുക്കിൽ സ്വെറ്റ് ചെയ്യാൻ പാത് പാറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഓക്കെ, വിൽ സ്റ്റാർട്ട്. യു ഹാൻഡിൽ ഹിം ഫസ്റ്റ്. പുള്ളിക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോയിന്റ്മെന്റ് ചെയ്താലല്ലേ അതൊന്നും ന്യായം. ഹീസ് ഫൈനലൈസ്ഡ്. സാലറി ഫിക്സ് ചെയ്തു. പുള്ളിക്കാരൻ മൺഡേ ജോയിൻ ചെയ്യും. സാറ്റർഡേ ഹീസ് ഗോയിങ് ടു കം. 2 ദിവസം പോരാടെ ഓഫീസിന് ലീവ് ചെയ്യാനായിട്ട്. ഒരുപാട് ലീവും. ഓക്കെ, നീ അപ്പോയിന്റ്മെന്റ് അതൊക്കെ അവിടെ നിക്കട്ടെ. നീ ഇത് ഇവിടെ പുറത്തു പോകുന്നത് എനിക്ക് കാണണമല്ലോ. ഓക്കെ, യു ഹാൻഡിൽ ഇറ്റ്. ഐ ആം ബിസി. ഇല്ല ഇത് ഈ മാഡത്തിന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് അവൻ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഇന്ന് ഇവിടുന്ന് പോവും. അനിയ ഇവിടുന്ന് പോണാ? ഹലോ, ഇത് രണ്ടിലൊന്നൊരു തീരുമാനമാക്കിയിട്ട് പോയാ മതി. അവൻ നാളെ വിളിക്കുകയില്ല, അവൻ മറ്റന്നാളെയും വിളിക്കൂല. നാളെ അവൻ വിളിക്കൂല, മറ്റന്നാളും വിളിക്കൂല. ഇനി ജുബിന്റെ നമ്പർ ഒന്ന് കൊടുക്കും. എന്നെ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ്. സാറേ, നിങ്ങൾ തമ്മിലുള്ള പരിപാടികളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏയ് ഹലോ ഹലോ, നമ്മൾ തമ്മിലുള്ള വിഷയം പറഞ്ഞ് തീർത്ത് നിങ്ങൾക്ക് അത് ഷൂട്ടിംഗ് തുടങ്ങാം.
ഇയാൾക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? അല്ല എനിക്ക് എന്റെ കേസ് സെറ്റിൽ ചെയ്തിട്ട് ഇവനെ പിരിച്ചു വിടണം. നിങ്ങളിപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവനെ ഇപ്പം പിരിച്ചു വിടണം. അത് പറ്റില്ല. ക്യാഷ് ഉണ്ടോ? എത്ര ബാലൻസ് തരാനുള്ള? എത്ര ബാലൻസ് തരാനുള്ള? എന്റെ ബാലൻസ് എത്രയാണെന്ന് മാഡത്തിന് ഈ മാസത്തെ തരാനുള്ള? ഈ മാസത്തെ പേയ്മെന്റ് ഉണ്ടോ? എന്റെ അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മേക്കപ്പ് ഒക്കെ ഇട്ടാ പോരെ? അല്ല ഞാൻ മേക്കപ്പ് ആണ്. നിനക്കെന്താ മേക്കപ്പ് ഒക്കെ ഇട്ടു ചെറുതായിട്ട് നമ്മൾ ചെറുതായിട്ട് എന്തോ ചെറുതായിട്ട് നീ എന്തോ ചെറുതായിട്ട് നിൽക്കാന്ന് പറഞ്ഞാ നീ ഇവിടെ നില്ലേ നീ ഒരു ദിവസമല്ലേ വീൽ ഹാൻഡിൽ ഇല്ല അവൻ ഇവിടെ നിൽക്കും. നീ ഓർത്തോ ഞാൻ വിടാനൊന്നും പോണില്ല. നിനക്കിപ്പോ ജോലി വേണോ? അല്ല എന്നെ തേച്ചിട്ട് നിനക്ക് ജോലി വാങ്ങിച്ചിട്ട് നിനക്ക് പോണോ? അത് നീ ചിരിക്കണതിന് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാതെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? നീ മുമ്പ് ഒരു കണ്ടിട്ടുണ്ടോ? ബാബുചേട്ടനെ വിളിച്ചാൽ മതിയോ? അല്ല നീ ഇയാളെ നേരത്തെ കണ്ടിട്ടുണ്ടോ? നിന്റെ അടുത്ത് ആര് പറഞ്ഞിട്ടാണ് നീ ഇന്റർവ്യൂവിന് വന്നത്? അത് എനിക്കറിയാൻ പാടില്ല ചോദിക്കും. നീ ആര് പറഞ്ഞിട്ടാ വന്നത്? ആൾക്കാർ ഇയാൾക്കെന്താ? ഇയാളെന്തോ ഇങ്ങനെ കാണിക്കാൻ എന്റെ ഇടയിൽ കളിക്കുന്നതിനാ? ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ഇതിലും ഡിഗ്നിറ്റിയിൽ എനിക്ക് ഇത്രയും നേരം എന്റെ ക്ഷമ പോയി. എങ്ങനെ പണി പിടിച്ച കാര്യത്തിലൂടെ നിന്നെ മണ്ടടിച്ച് പൊട്ടിച്ചാളാ ഞാൻ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. നിനക്ക് വേണോ? നിനക്ക് ജോലി കിട്ടിയ നിനക്ക് ജോലി ചെയ്തേ പറ്റുള്ള. ഇവിടെ അവരെ കൂടെ ജോലി ചെയ്തേ പറ്റുള്ള. അങ്ങനെ നീ ചെയ്യുമെങ്കിൽ എന്റെ ശവത്തിൽ ചവിട്ടിയാൽ നീ അവരുടെ ജോലി ചെയ്യുള്ളൂ. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് കേട്ടാ. കാലവാരി ഞാൻ തൂക്കി തറയിലടിച്ചോളാം ഞാൻ നിന്നെ. നീ എന്താ എന്നെ പിച്ചക്കാരനാക്കണാടാ? നീ എന്താ അയ്യ നീ എന്താടേ? നീ എന്റെ അടുത്ത് പറഞ്ഞ കോഫി കുടിച്ചിട്ട് വരാം. ഇവന്റെ കോഫി കണ്ടിട്ടല്ലേ ഞാൻ മറ്റേ ഫിലിം ഫീൽഡിൽ വന്നത്. എന്റെ കൂഫി നിനക്ക് ഇതൊക്കെ പറയായി. നീ എന്തോ മാറിയെന്ന് സംസാരിക്കും. ഞാൻ മറ്റേ കുതിര കച്ചവടം നടക്കണേ. മാറിയെന്ന് സംസാരിക്കും. എന്താ വിടറോ? അങ്ങനെ ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും എനിക്ക് പുതിയൊരു മാനേജറിനെ കിട്ടും. മാനേജർ നവി. അപ്പൊ നവി എങ്ങനെയുണ്ടായിരുന്നു? സർപ്രൈസ് എന്ന സുഹൃത്തുമാണ് അനന്തു ആണ് കേട്ടോ. അനന്തു ക്ഷമാശീലം ഭയങ്കര ഓവറാണെന്ന് പറയുന്നത് കേട്ടോ. ഓവറാണോ? ഞാൻ വിചാരിച്ചു ക്ഷമ കേട്ട് ബോധം കെട്ടാൻ വീഡിയോ പക്ഷെ അതിനകത്തൊരു ക്ലാസ് ഡയലോഗ് വന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്. നവി നമ്മളുടെ സപ്പോർട്ടിങ് ജോൺ ബ്രിട്ടാസിന്റെ ലുക്കും ധർഭജന്റെ സ്വഭാവം. ദാറ്റ് വാസ് ലൈക്ക് എ സൂപ്പർബ് വൺ നവി. അനുചേട്ടൻ വേറെ സാധനം അടിച്ചു. എല്ലാം കഴിഞ്ഞ് പോയി വിളിച്ചപ്പോൾ ദൈവമേ ഇന്ന് അവസാനത്തെ പ്ലോട്ടും പോയി കാണുമല്ലോ ഒന്ന്. ഈ ചാർട്ടേഡ് അക്കൗണ്ട്സിനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തലയൊക്കെ ശാന്തത അല്ലേ, റിലാക്സ് ചെയ്തില്ലെങ്കിൽ അവരുടെ ജോബ് കംപ്ലീറ്റ്ലി പോകും. ജോബ് സീരിയസ്ലി. അപ്പൊ നവി നമ്പർ തരണം, എന്തെങ്കിലും എനിക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും കയ്യിലുണ്ടോ? റെസ്യൂം എടുത്ത് വെച്ചോ. തിരിച്ചു കൊടുത്തു. ഈ എപ്പിസോഡ് കാണുന്ന മനോഹരമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് വേണ്ട സുന്ദര കോമളനായ ക്ഷമാശീലമുള്ള കോമളൻ ഒരു കിടില ആളെ തരികയാണ്. ഞങ്ങൾ ജോബ് ഓഫറോട് ചെയ്യാണ്. കിട്ടിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അതെ നമ്മുടെ കേരളത്തിലെ ഒരു യുവത്വമാണ് പറയുന്നത്. എന്തെങ്കിലും കിട്ടിയാൽ മതി ഞങ്ങൾക്ക് പണിയെടുക്കാം. എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളല്ലോ. ഒരു തെറ്റാണെങ്കിൽ ഗുണമില്ല. നവിയുടെ മെയിൻ തിങ്, നവി ഇപ്പൊ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഞാനിപ്പോ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ ഓ മൈ ഗോഡിന്റെ എൻറ്റയർ ക്രൂവിന്റെ കൂടെ വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ. അപ്പൊ നവിയുടെ അനന്തുവിന്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ കമ്പനി നവി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുവാണെങ്കിൽ നവീനെ പണിഷ് ചെയ്ത് നമ്മൾ മൂന്നുപേരും ഈ സൂരത്തിന് അറിയാതെ കൊണ്ടുവന്ന അതെ സൂരത്തിന് പണി കൊടുത്തോ അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്? പൊതുവെ ഇങ്ങനെയാണോ? ആളെങ്ങനെയാ? ആള്
എല്ലാത്തിനെയും ചിരിച്ചോണ്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ദേഷ്യം പിടിച്ചാലും ചിരിക്കോ? ദേഷ്യപ്പെട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. ആണോ? താങ്ക് യു ബട്ട് വെരി നൈസ്. അപ്പൊ യു ഗിവ് മി എ കോൺടാക്ട് നമ്പർ. ആ ജോലി പോയാൽ 100% ന്യൂ ജോലി ഞാൻ ഒപ്പിച്ചു ഉറപ്പ്. അപ്പൊ ഇനിയും ഇതുപോലുള്ള നല്ല സുഹൃത്തുക്കളുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഞങ്ങൾ എത്തുന്നു. ഇറ്റ്സ് ടൈം ഫോർ us to wind up. So until we see you next time, this is all of us telling you bye.